ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 312. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാസുതരോപനിഷത്താണ് നോക്കുന്നത്. അതിലെ അധ്യായം 6 11 മുതൽ 15 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതും ആ പരമാത്മാവിനെ പറ്റിയാണ്. പരമാത്മാവ് എന്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. അത് തന്നെയാണ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ പ്ലാനിനെ പരമാത്മാവ് എന്ന് പറയാം. പരബ്രഹ്മ പരമേശ്വരൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിനൊരു സൃഷ്ടി ഉണ്ടാക്കണമെന്ന് തോന്നി ആ നിർഗുണമായ ബ്രഹ്മത്തിന്. അപ്പോഴാണ് അത് പരബ്രഹ്മ പരമേശ്വരൻ എന്ന് പറയുന്നത്. അവൻ 11 പറയാണ്, ഏകനായ പരമാത്മാവ് അല്ലെ പരബ്രഹ്മ പരമേശ്വരൻ ജീവികളുടെ ഹൃദയ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. എല്ലാ ജീവികളുടെയും ജീവനുള്ള എല്ലാറ്റിൻ്റെയും ഹൃദയത്തിൽ അതുണ്ട്. കാരണം ഹൃദയമാണ് എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം. അവിടെയാണ് നാഡികളെല്ലാം കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, നിയന്ത്രിക്കുന്നത് കൊണ്ട്. അല്ലാതെ ഈ ശരീരം മുഴുവൻ എന്ത് തന്നെയാണ്? അത് തന്നെയാണ് ഈ ശരീരമായി മാറിയത്. അപ്പോൾ ഈ ശരീരം മുഴുവൻ അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ കേന്ദ്രം ഹൃദയമായതുകൊണ്ട് അദ്ദേഹം സർവവ്യാപിയാണ്. അതുകൊണ്ട് അവിടെ മാത്രമാണ് എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. എല്ലാം അത് തന്നെയാണ്, സർവവ്യാപിയാണ്. എല്ലാം അതായിട്ടാണ് മാറിയത്. ഈ പ്രപഞ്ചം മുഴുവൻ അതായിട്ടാണ് മാറിയത്. അതാണ് മാറിയത് ഈ പ്രപഞ്ചമായിട്ട്. അപ്പോൾ ഈ എല്ലായിടത്തും അതുണ്ട്. അദ്ദേഹം തന്നെ അവയുടെ കർമ്മങ്ങളുടെ പിന്നിലുള്ളത്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ശക്തിയും ആ പരബ്രഹ്മ പരമേശ്വരൻ തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. അവയ്ക്ക് ഫലം നൽകുന്നതും അദ്ദേഹം തന്നെയാണ്. ഫലം നൽകുക എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്? ഒരു ഫലം കിട്ടാൻ വേണ്ടി തന്നെ. അപ്പം ഫലം നൽകുന്നതും അത് തന്നെയാണ്. എന്തോ ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലക്ഷ്യം ഉണ്ടാവും, ഇന്ന് സാധിക്കാൻ. അപ്പം നമ്മളാണ് അത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം അതാണ് എല്ലാറ്റിനെയും കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നത് അതാണെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഫലം നൽകുന്നതും അത് തന്നെയാണ്. അതേസമയം അത് എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒന്നിലും ഇടപെടുന്നില്ല. ഒരു നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് അങ്ങനെ പോയിക്കോളും. അതുകൊണ്ട് അതിന് പിന്നെ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് എല്ലാറ്റിൻ്റെയും സാക്ഷി എന്ന് പറഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അതെല്ലാം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് എല്ലായിടത്തും ഉണ്ട്. ഈ മേശയും അത് തന്നെയാണ്, മൊബൈലും അത് തന്നെയാണ്. അപ്പോൾ മൊബൈലിലൂടെ ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിൽ മൊബൈലിനറിയാലോ. അപ്പം എല്ലാം അത് തന്നെയാണ്. ശുഭ അശുഭ കർമ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ നാട്ടിൽ നടക്കുന്ന ശുഭകർമ്മങ്ങളുണ്ട്, അശുഭകർമ്മങ്ങളുണ്ട്, നല്ല കർമ്മമുണ്ട്, മോശം കർമ്മമുണ്ട്. അതെല്ലാം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം എന്തുകൊണ്ടാണ് ശുഭവും അശുഭവും എന്തിനാ അത് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ സിസ്റ്റം? എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ ചീത്ത പ്രവൃത്തിയുണ്ട്. ഈ നല്ലതും ചീത്തയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് പുതിയ മുന്നോട്ടേക്ക് പോകുന്നത്. അത് ആധുനിക സയൻസിലും ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ എന്താണ്? എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു പുരോഗതിയിലേക്കൊന്ന് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു എതിർപ്പും ഉണ്ടാവും. അപ്പം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെല്ലാം അത് നോക്കിക്കൊണ്ടിരിക്കുക. പാപവും ശുഭകർമ്മവും അശുഭകർമ്മവും. അഖിലത്തിൻ്റെയും ചൈതന്യവും പ്രദാനം ചെയ്യുന്നത് അത് തന്നെയാണ്. എല്ലാത്തിനും ചൈതന്യം, ജീവജാലങ്ങൾക്കെല്ലാം എന്തുണ്ട്? അതിൻ്റെതായ ചൈതന്യമുണ്ട്. അതെല്ലാം അതിൽ നിന്ന് തന്നെയാണ്. അതേസമയം അവൻ കർമ്മങ്ങൾക്ക് അതീതനാണ്. പക്ഷേ അവൻ കർമ്മം ചെയ്യുന്നൊന്നുമില്ല, അവൻ ചെയ്യുന്നൊന്നുമില്ല.
ചെയ്യാൻ വേണ്ടി ഒരു വകുപ്പുണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം എല്ലാവരും ചെയ്തു പോകുന്നുണ്ട്. അതിൽ പക്ഷേ ആ നിർഗുണമായ ബ്രഹ്മം ഇടപെടുന്നില്ല. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സംഗതി അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയെങ്കിലും അത് അതിലൊന്നും ഇടപെടുന്നില്ല. ഇനി 12 അങ്ങനെയുള്ള അദ്ദേഹത്തെ 12 പറയാണ്, ആ പരമാത്മാവിൻ്റെ ഒരംശം എന്ന നിലയിൽ അതിനെ കാണണം. നമ്മളെല്ലാം ആ പരമാത്മാവിൻ്റെ എല്ലാതായി മാറിയതാണെങ്കിൽ അതിൻ്റെ ഒരംശമാണ് നമ്മൾ. ഒരംശം എന്ന നിലയിൽ ആ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ അംശമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നിഷ്ക്രിയമായി തീരും. ആ തത്വം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് കർമ്മം തീർന്നവരാണ് ആ സത്യം മനസ്സിലാക്കുക. അതുവരെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ച കർമ്മം ചെയ്യാനാണ്. അപ്പോൾ ആ കർമ്മം തീർന്നാൽ മാത്രമേ നമുക്ക് വിരക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പം നിഷ്ക്രിയനായി കർമ്മം ഫലം നൽകുന്ന അവനാണ് കർമ്മഫലം നൽകുന്നത് എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കി ബീജരൂപത്തിലൂടെ അത് അനേകമായി തീർന്നിട്ട് അതിൻ്റെ അന്തരാമിയായിട്ട് അകത്തിരിക്കുന്ന അപ്പോൾ അവൻ എന്ത് മനസ്സിലാക്കിയാണ്? അതാണ് ബീജരൂപത്തിൽ വന്നിട്ട് പലതായിട്ട് ഈ പ്രപഞ്ചത്തിൽ തീർന്നതും, എന്നിട്ട് അതിൻ്റെ എല്ലാം അങ്ങനെ തീർന്നിട്ട് അതിൻ്റെ എല്ലാം അന്തരാമിയായിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അവനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ എന്നെന്നും നിലനിൽക്കുന്ന പരമാനന്ദം ലഭിക്കുന്നു അവന്. അപ്പൊ ഈ നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നുവോ, അപ്പൊ ആ മനസ്സിലാക്കുമ്പോൾ പിന്നെ അവന് കർമ്മങ്ങളിലൊന്നും താല്പര്യമില്ല. എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന മാതിരിയാണ് അവൻ ചെയ്യുക. ഈ സത്യം മനസ്സിലാക്കുന്നവൻ, അതായത് ഞാനെന്ന അഹങ്കാരമെല്ലാം വിട്ടിട്ട് എന്തെങ്കിലും കർമ്മം ബാക്കിയുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കും. അപ്പോൾ അത് നിരാകാരം തന്നെയാണ്. നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് കർമ്മം എന്നെല്ലാം പറയുന്നത്. അല്ല, നമുക്ക് വേണ്ടിയല്ല. നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കർമ്മമായി കണക്കാക്കേണ്ടതില്ല. അപ്പം നിഷ്ക്രിയനായിട്ട് അവനെ തന്നെ ധ്യാനിച്ചിരിക്കുന്നവൻ എന്ത് സംഭവിക്കും? അവനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നവന് എന്നെന്നും നിലനിൽക്കുന്ന പരമാനന്ദം ലഭിക്കും. പരമാനന്ദം എന്താണ്? ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് കാമായിരിക്കുന്ന അവസ്ഥയാണ്. അവൻ്റെ മനസ്സെപ്പോഴും കാമായിരിക്കും. അതൊരു പരമാനന്ദമാണ്. അല്ലാതെ സംഘർഷപൂരിതമായ മനസ്സ് കഷ്ടപ്പാടും ദുഃഖവും ടെൻഷനും എല്ലാമാണ്. ടെൻഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഞരമ്പെല്ലാം ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ്. നേരെ മറിച്ച് ശാന്തമാകുമ്പോൾ അതാണ് പരമാനന്ദം. അല്ലാത്തവർക്ക്, അങ്ങനെ ചിന്തിക്കാത്തവർക്ക്, എല്ലാം എനിക്ക് എൻ്റേത് എന്ന ചിന്ത വെച്ച് നടക്കുന്നവർക്ക് ആ പരമാനന്ദം ലഭിക്കില്ല. ഞാൻ എൻ്റേത് എനിക്ക് വേണ്ടി എന്ന് വെച്ച് ഓടി നടക്കുമ്പോൾ അവൻ ആ പരമാനന്ദം ലഭിക്കില്ല. എന്തുകൊണ്ട്? അവന് ഒരു ആഗ്രഹം സാധിക്കുമ്പം വേറൊരു ആഗ്രഹം കയറി വരും. അവനെ കൊണ്ട് എപ്പോഴും ജോലി ചെയ്യിപ്പിക്കുകയാണ്, ഓരോ ആഗ്രഹങ്ങൾ അവനിൽ ഉണ്ടാക്കിയിട്ടിട്ട്. അപ്പം അവനൊരിക്കലും സമാധാനം, പരമാനന്ദം ലഭിക്കില്ല. ഇനി 13 നിത്യചേതനയോടും സർവശക്തിയോടും, നിത്യമായ ചേതന, അതാണ് ആ പരബ്രഹ്മ പരമേശ്വരൻ. സർവശക്തിയോടും പരമാത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? തനിയെ പല ജീവജാലങ്ങളുടെയും കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നവനും പല ജീവജാലങ്ങളായിട്ട് മാറിയിട്ട് അവയിലൂടെ അവയുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അവൻ നിത്യചേതനയാണ്. അതിൽ നിന്നുള്ള ചേതനയിലൂടെയാണ് നമുക്കും ചേതന ലഭിക്കുന്നത്. സർവശക്തനാണ്. അവൻ്റെ ഒരു അംശം ശക്തിയാണ് നമുക്കും ലഭിക്കുന്നത്. ആ പരമചേതനയോടും സർവശക്തിയോടും കൂടിയ ആ പരമാത്മാവ് തനിയെ പല ജീവാത്മാക്കളുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നു. പല ജീവജാലങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അത് സ്വയം പല ജീവജാലങ്ങളായിട്ട് മാറിക്കൊണ്ട് അവയിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പ്രപഞ്ച സൃഷ്ടിയിലൂടെ
അവരുടെ കർമ്മഫലങ്ങൾക്ക് വ്യവസ്ഥിതിയും ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങനെയുള്ള പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതിലെ ജീവജാലങ്ങൾക്ക് അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലവും ലഭിക്കത്തക്കത്തിലുള്ള ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് വ്യവസ്ഥിതി? നമ്മൾ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ധാന്യം കിട്ടും. അത് പ്രപഞ്ചമുണ്ടാക്കിയ ഒരു വ്യവസ്ഥിതിയാണ്. അദ്ദേഹത്തെ പ്രാപിക്കാൻ 2 വഴികളാണുള്ളത്. അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തെ പ്രാപിക്കാൻ 2 വഴികളുണ്ട്. അതാണ് ജ്ഞാനയോഗവും കർമ്മയോഗവും. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മം, അതാണ് നമ്മളെ കൊണ്ട് ഇത് കളിപ്പിക്കുന്നത്. ഇത് അല്ലാതെ ഞാനെന്ന് പറയുന്നതിനൊന്നും ഒരു പ്രശസ്തിയില്ല. അത് തന്നെ ഉള്ളിലിരുന്നിട്ട് എന്നിലൊരു തോന്നലുണ്ടായിക്കൊണ്ട് എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. നമുക്ക് ഒരു ഫ്രീഡവും ഇല്ല. നമ്മളൊരു യാന്ത്രികമായിട്ട് ചെയ്യാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പോകുന്നതാണ് ജ്ഞാനയോഗം. അവരാണ് കുടുംബത്തെ എല്ലാം വിരക്തി വന്ന് കുടുംബത്തെ എല്ലാം ത്യജിച്ചിട്ട് സ്വയം എല്ലാ കർമ്മങ്ങളും ത്യജിച്ചിട്ട് പോകുന്നത്. അത് ജ്ഞാനയോഗം. അത് ആർക്കേ പറ്റുകയുള്ളൂ? കർമ്മം തീർന്നവർക്കേ പറ്റുകയുള്ളൂ. നമുക്ക് ഇനിയും ബാക്കി കർമ്മം ഉണ്ടെങ്കിൽ അതുവരെ നമ്മൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും. എന്നാൽ കർമ്മം തീരുമ്പോഴാണ് നമുക്ക് പിന്നെ ഞാനെന്ന ചിന്ത വരില്ല. അപ്പോൾ നമ്മൾ ആ സത്യം മനസ്സിലാക്കും. നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിലേക്ക് അങ്ങ് പോകും. അതാണ് ജ്ഞാനയോഗം. രണ്ടാമത്തത് കർമ്മയോഗം. കർമ്മയോഗം അപ്പോൾ നമുക്കെല്ലാം വിധിച്ചത് എന്താണ്? കർമ്മയോഗമാണ്. നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സത്യം മനസ്സിലാക്കണം. എന്ത് സത്യം? നമ്മളെ ആ ശക്തി ജനിപ്പിച്ചിരിക്കുന്നത് എന്തല്ലോ കർമ്മം അതിന് ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല എന്ന നിലയിൽ എല്ലാം അതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് കർമ്മയോഗം. അപ്പം നമുക്കെല്ലാം കർമ്മയോഗമാണ് വിധിച്ചിട്ടുള്ളത്. നമ്മളെ കർമ്മം തീർന്നാലേ പോകാൻ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിനു വേണ്ടിയായിട്ട് അങ്ങ് ചെയ്തു കൊടുത്തേക്കുക. അല്ലാതെ എനിക്ക് എന്ന എൻ്റെ ബന്ധുക്കൾ എന്ന നിലയിൽ ചെയ്യരുത്. അത് കർമ്മയോഗം. രണ്ടിനും ഭക്തി ആവശ്യമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ ആ ശക്തിയെ മനസ്സിലാക്കിയാലല്ലേ ഭക്തി ഉണ്ടാവും. നമുക്ക് ഭക്തി എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആ ശക്തിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന തത്വം മനസ്സിലാക്കുമ്പോൾ. സംശയമുള്ളവൻ എങ്ങനെ ഭക്തി ഉണ്ടാവുക? നിരീശ്വരവാദിക്ക് അങ്ങനെ ഒരു ഈശ്വരനൊന്നും ഇല്ലാതെ തന്നെ ഭക്തി വരില്ല. ഭക്തി എന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാകുമ്പോഴേ പറ്റുകയുള്ളൂ. ഇപ്പം രണ്ടിനും ഭക്തി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ വിളക്കും കത്തിച്ച് വെച്ചിട്ട് ഇത് നടത്തുന്നതൊന്നും ഭക്തിയല്ല. ഈ സത്യം മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നതാണ് ഭക്തി. ഈ രണ്ടിനെയും വലിയ വ്യത്യസ്തമായിട്ട് കാണാനൊന്നും പറ്റില്ല. രണ്ടും തമ്മിൽ അത്ര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടിലും നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കർമ്മം തീർമയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. കർമ്മമുള്ളപ്പോൾ നമുക്ക് കർമ്മത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ കർമ്മം അതിനു വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഈ 2 മാർഗത്തിലൂടെയും പരമാത്മാവിനായിക്കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ട് മനുഷ്യർ ബന്ധനത്തിൽ നിന്നും മുക്തരാകുന്നു. ഈ 2 രീതിയിലൂടെയും. 2 രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു രീതി. അവിടെ പിന്നെ കർമ്മമില്ല. കർമ്മത്തിലൂടെ കർമ്മമാർഗമാകുമ്പോൾ നമ്മൾ ജോലി ചെയ്തിട്ട് തന്നെ പോകണം. നമ്മൾ ചെയ്യേണ്ട ജോലി എല്ലാം ചെയ്തു തീർത്തിട്ട് അദ്ദേഹത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുക. ഈ രണ്ടിനും ഭക്തി ആവശ്യമാണ്. അതായത് ആ ശക്തിയെ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണം. ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ഒരു ബ്രഹ്മമുണ്ട്, അതാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതാണ് ഭക്തി. പിന്നെ അതിനു വേണ്ടിയിട്ടെല്ലാം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടല്ല, അതിനു വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അതാണ് ഭക്തി. ഈ 2 രീതിയിലൂടെയും മനുഷ്യരെന്ത് വേണം? ബന്ധനത്തിൽ നിന്നും മുക്തരാകണം. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ബന്ധനത്തിൽ നിന്ന് മുക്തരാവുകയാണ്. നമ്മൾ പിന്നെ ഈ ലോകത്തിൽ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. ജോലിയായിട്ടൊരു ബന്ധം, ജോലി തന്നെ ആയിട്ടും ബന്ധമില്ല.
ചെയ്യേണ്ട ജോലി യാന്ത്രികമായിട്ട് ചെയ്തു കൊടുക്കുന്നു. പിന്നെ അവൻ ജനന മരണ ചക്രത്തിൽ അകപ്പെടില്ല. അങ്ങനെ അവർക്ക് പോകാൻ പറ്റുമെങ്കിൽ പിന്നെ അവന് പുനർജന്മമില്ല, ജനന മരണ ചക്രത്തിൽ അകപ്പെടില്ല. അതിനാൽ മനുഷ്യൻ ജ്ഞാനമാർഗത്തിലൂടെയോ കർമ്മമാർഗത്തിലൂടെയോ ഏത് മാർഗം നമുക്ക് പറ്റുന്ന മാർഗം, നമുക്ക് തങ്ങളുടെ യോഗ്യത അനുസരിച്ച്, യോഗ്യത എന്താണ്? ജ്ഞാനമാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി കർമ്മമൊന്നും ബാക്കി ഉണ്ടാകാൻ പാടില്ല, അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, ആ ശക്തി തന്നെ തീരുമാനിക്കും ഇവനെ കൊണ്ട് ഇനി ജോലിയൊന്നും ചെയ്യിപ്പിക്കാനില്ല. അപ്പോൾ നമുക്ക് വിരക്തി വരും, അപ്പോൾ നമ്മൾ യോഗ്യനാണ് ആ മാർഗം സ്വീകരിക്കാൻ. എല്ലാത്തിടത്തോളം നമുക്ക് കർമ്മമാർഗമേ വിധിച്ചിട്ടുള്ളൂ. നമ്മളെ കർമ്മം അതിനു വേണ്ടിയിട്ട് ലാഭേച്ഛ കൂടാതെ ചെയ്തു കൊടുക്കുക, അതാണ് യോഗ്യത അനുസരിച്ച് ഒരു സാധനയിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് ഇതിലേതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എന്താകും? ജീവിതമുക്തി ലഭിക്കും. ഇനി 14 പറയുകയാണ്, പരമാത്മാവിൻ്റെ സമീപം സൂര്യന് തൻ്റെ പ്രകാശം പരത്തുവാനാകില്ല. പരമാത്മാവിൻ്റെ അടുത്ത് സൂര്യന് പ്രകാശം ചെലുത്തുവാനാകില്ല. ഏതുപോലെ എന്നാൽ സൂര്യൻ്റെ അടുത്ത് ഒരു മിന്നാമിനിങ് വന്ന് കടന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? അതിൻ്റെ വെളിച്ചം കാണാൻ പറ്റില്ല. അതേപോലെ ആ പരമാത്മാവിൻ്റെ മുമ്പിൽ സൂര്യനും പ്രകാശിക്കാനാവില്ല. പിന്നെയോ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇടിമിന്നൽ ഇവക്കൊന്നും അവയുടെ പ്രകാശം ഇതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോകും. കാരണം അപ്പം പിന്നെ അഗ്നിയുടെ കാര്യം പറയേണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതിനൊന്നും പ്രഭ ചൊരിയാൻ പറ്റില്ലെങ്കിൽ അഗ്നിക്കും അതിൻ്റെ മുമ്പിൽ പ്രകാശിക്കാൻ പറ്റില്ല. കാരണം അവയുടെ എല്ലാം തേജസ്സും പ്രകാശവും ആ പരമാത്മാവിൻ്റെ തേജസ്സിൻ്റെ ഒരംശം മാത്രമാണ്. കാരണം അതാണ് എല്ലാമായി മാറിയത്. അപ്പം അതിൻ്റെ ഒരംശമാണ് നമ്മളെല്ലാം. ഇപ്പം നമ്മളിൽ എന്ത് തേജസ് ഉണ്ടോ, അല്ലെങ്കിൽ സൂര്യൻ്റെ തേജസ് എത്രയുണ്ടോ, അല്ലെങ്കിൽ പ്രകാശം എത്രയുണ്ടോ, അത് അതിൻ്റെ ഒരംശം മാത്രമാണ്. അപ്പം അതിൻ്റെ ഒരംശമാണെങ്കിൽ പിന്നെ ആ അംശത്തിന് അതിൻ്റെ മുമ്പിൽ പ്രകാശിക്കാൻ പറ്റില്ല. ഇനി 15 പ്രകാശരൂപമാകുന്ന പരബ്രഹ്മ പരമേശ്വരൻ, അതൊരു പ്രകാശരൂപമാണ്. പ്രകാശരൂപം എന്ന് പറഞ്ഞാൽ അതിനെ കാണാനൊന്നും പറ്റില്ല. ഇതിലെ പ്രകാശം പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു പൊടിയിൽ വന്ന് വീഴുമ്പോഴും നമുക്കതിനെ കാണാൻ, ആ പൊടിയാണ് കാണുന്നത്, അല്ലെ ചുമര് കാണുന്നുണ്ട്, അല്ല പ്രകാശത്തെ അല്ല കാണുന്നത്, ആ ചുമരിനെയാണ് കാണുന്നത്. അപ്പൊ അതുപോലെ ആയിട്ടുള്ളതായിട്ട് കാണണം. അതൊരു ആകർഷണ ബലമാണ്. അതുകൊണ്ട് പ്രകാശരൂപമായ പരബ്രഹ്മ പരമേശ്വരൻ ഈ ലോകത്തിൽ സർവത്ര പൂർണ്ണനാണ്. അത് പൂർണ്ണമാണ്, ബാക്കിയെല്ലാം അതിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ട് അതിനൊന്നും അതിൻ്റെ മുമ്പിൽ പ്രകാശിക്കാൻ പറ്റില്ല. അത് പൂർണ്ണമാണ്, എല്ലാം തികഞ്ഞതാണ്. അതിൻ്റെ ഒരു അംശത്തിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് ജലത്തിലുണ്ട്, ജലത്തിലും അതുണ്ട്. ഏതുപോലെ എന്നാൽ ജലത്തിലുള്ള അഗ്നി പോലെ. ജലത്തിൽ അഗ്നി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മനസ്സിലായി. വെള്ളത്തിൽ അഗ്നി ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്ന എന്താണ്? അഗ്നിയെ വെള്ളം കൊണ്ട് കെടുത്താം. അപ്പം വെള്ളത്തിൽ അഗ്നി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അഗ്നിക്ക് ശീതള സ്വഭാവമാണുള്ളത്, അല്ല ജലത്തിന് ശീതള സ്വഭാവമാണുള്ളത്, അഗ്നിക്ക് തേജസ്സാണ്, ഉഷ്ണ സ്വഭാവമാണുള്ളത്. അപ്പം രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു വെള്ളത്തിൽ അഗ്നിയുണ്ട് എന്ന് ചിന്തിക്കുന്നത് അസാധാരണമായ ഒരു സംഗതിയാണ്. കാരണം ഒന്ന് ശീതള സ്വഭാവം, മറ്റേത് ഉഷ്ണ സ്വഭാവം. എങ്ങനെയാ പിന്നെ വെള്ളത്തിൽ അഗ്നി ഉണ്ടാവുക? എന്നാൽ വെള്ളത്തിൽ അഗ്നി ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെള്ളത്തിൻ്റെ ചൂടെല്ലാം അളക്കുന്നില്ലേ? 60 ഡിഗ്രി 70 ഡിഗ്രി 80 തിളക്കുമ്പോൾ 100 ഡിഗ്രി എന്നെല്ലാം അത് ചൂട് തന്നെയല്ലേ അളക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ എന്തുണ്ട്? പക്ഷേ അതൊരു അസാധാരണമായ സ്വഭാവമാണ്. അതുപോലെ അതിനെ അത്ര വേഗം മനസ്സിലാക്കുവാനാകില്ല, സാധാരണക്കാരന് മനസ്സിലാക്കാനാകില്ല. വെള്ളത്തിൽ അഗ്നി ഉണ്ടെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അഗ്നി, വെള്ളം
അഗ്നിനെ കെടുത്തിയല്ലേ ചെയ്യാന്നെല്ലാം ചിന്തിച്ചു പോകും. കാരണം രണ്ടിൻ്റെ സ്വഭാവവും പരസ്പര വിരുദ്ധമായത് കൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ വിജ്ഞാനികളുടെ മുമ്പിൽ ഇത് പ്രത്യക്ഷമാകുന്നു. എന്നാൽ സയൻസ് പഠിച്ചവന് ഇത് പെട്ടെന്ന് മനസ്സിലാവും, അവൻ്റെ മുമ്പിൽ ഇത് പ്രകടമാകും. കാരണം വെള്ളത്തിരുന്നുണ്ട്, അതിൻ്റെതായ ചൂടുണ്ട്. നമ്മൾ തെർമോമീറ്റർ വെച്ചിട്ട് നോക്കിയാൽ മതി വെള്ളത്തിന് എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്ന്. അപ്പം അതിൻ്റെ അകത്ത് അഗ്നിയുണ്ട്. അത് വിജ്ഞാനമുള്ളവന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്രകാരം തന്നെ പരമാത്മാവിൻ്റെ സാന്നിധ്യം ജഡത്തിൽ അസാധാരണമാണ്. ഈ ശരീരത്തിൽ ആ ഒരു ഗുണവുമില്ലാതെ പരമാത്മാവുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ജഡവസ്തുക്കൾക്ക് അല്ലെ ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെതായ സ്വഭാവമുണ്ട്. പക്ഷേ ഈ സംഗതിക്ക് ഒരു ഗുണവുമില്ല, പരസ്പര വിരുദ്ധമാണ്. ശരീരത്തിൽ രൂപമുണ്ടെങ്കിൽ അതിന് രൂപവുമില്ല, അതിന് മണമുണ്ടെങ്കിൽ അതിന് മണമില്ല. അങ്ങനെ ഒരു നേരെ എതിരാണ്. അതുകൊണ്ട് അതും അസാധാരണമാണ്. പക്ഷേ അതേസമയം അതെന്താണ്? ജ്ഞാനസ്വരൂപമാണ്, സർവജ്ഞനാണ്, ചൈതന്യവാനാണ്. കാരണം അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപമാണ്, ജ്ഞാനമാണ്. ജ്ഞാനത്തെ എങ്ങനെയാണെന്ന് നമ്മൾ കാണുക? ജ്ഞാനം എന്നെല്ലാം ചിന്തയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. സർവജ്ഞൻ, ചൈതന്യം എന്നെല്ലാം പറയുന്നത് എന്താണ്? അതിനെല്ലാം അതേമാതിരിയുള്ളൊരു സംഗതിയാണത്. എന്നാൽ ഈ തത്വം മനസ്സിലാക്കുന്ന ജ്ഞാനിക്ക് ഏകമാത്രനായ അതിൻ്റെ കാരണ സ്വഭാവം മനസ്സിലാകുന്നു. എന്നാൽ ജ്ഞാനിയായവർക്ക് അത് ഏകനാണെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ ഏകനാണ്. അതിൻ്റെ കാരണ സ്വഭാവം, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. അതിനെന്തോ ഒരു കാരണമുണ്ട്. അതിന് തോന്നി സങ്കല്പത്തിലൂടെ ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന്. അതാണ് കാരണം. അപ്പോൾ ആ കാരണ സ്വഭാവമാണ് അതിന് ഉള്ളത്. അത് ആർക്ക് മനസ്സിലാകും? ജ്ഞാനിയായവർക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കുന്നവന് സംസാരത്തെ മറികടക്കാൻ പറ്റും. ഈ ലോകത്തിലെ ജനന മരണ പ്രക്രിയയിൽ നിന്ന് അവൻ എന്നേക്കുമായി ജനന മരണ ചക്രത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു, അതിൽ നിന്ന് മാറിപ്പോകുന്നു. ഈ തത്വം മനസ്സിലാക്കുന്നവർക്ക്, അപ്പം ഒന്ന് മനസ്സിലാക്കണം, ബ്രഹ്മത്തെ മനസ്സിലാക്കണ്ടെങ്കിൽ അവര് അത്രയും ഉയർന്ന ചിന്താഗതി ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് ഈ ഉപനിഷത്തിൽ പറയുകയാണ്, അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ മനസ്സിലാക്കുവാനുള്ള പ്രയത്നത്തിൽ വ്യാപൃതരാകണം. ആ ബ്രഹ്മത്തെപ്പറ്റി നമ്മളെ ചിന്തകളെ ഉണർത്താൻ, ആ തലത്തിലേക്ക് നമ്മളെ ചിന്തകളെ മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞ തന്നെ തിരിച്ചു മറിച്ചും എല്ലാം പറയുന്നത്.